ഞാൻ സംസാരിക്കുന്നത് ഒരു ഡോക്ടറായിട്ടോ നിന്റെ മേലധികാരിയായിട്ടോ അല്ല. ഒരച്ഛൻ മകളോട് സംസാരിക്കാൻ. ജയന്തി, നിന്നെ ഞാൻ എന്റെ ജീവനെ പോലെ സ്നേഹിച്ചില്ലേ? യാതൊരു കുറവും കൂടാതെ നിന്നെ ഞാൻ വളർത്തിയില്ലേ? അത് ഞാൻ ഒരിക്കലും മറക്കില്ല അച്ഛാ. കള്ളം, നീ അത് മറന്നു. എന്റെ ലക്ഷ്യങ്ങൾ നീ ജലരേഖയാക്കി മാറ്റി. ഇന്നലെ കണ്ട ഒരു ഫുട്ബോൾ കളിക്കാരന് വേണ്ടി നീ എന്റെ സ്വപ്നം നശിപ്പിച്ചു കളഞ്ഞു. നിന്നെ തന്നെ നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ലക്ഷ്യത്തെ പറ്റി എനിക്ക് നല്ല ബോധമുണ്ടച്ചാ. ഞാനൊരു ഡോക്ടറാണ്. ഡോക്ടറുടെ കടമകളെ പറ്റി എനിക്ക് നന്നായി അറിയാം. ഒരു ഡോക്ടർ ഒരിക്കലും തികച്ചും സാധാരണമായ മാനുഷിക വികാരങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൂടാ. മനുഷ്യവർഗത്തിന്റെ ഉന്നമനമാണ് അവന്റെ ലക്ഷ്യം. ഡോക്ടർ ഒരു സാധാരണ മനുഷ്യനല്ല. പ്രേമം, അനുകമ്പം, സഹതാപം ഇതൊക്കെ അവന്റെ മഹത്തായ ലക്ഷ്യത്തിന്റെ മുൻപിൽ കേവലം നിസ്സാരങ്ങളാണ്. നീ ഒരു വലിയ ഡോക്ടറാകേണ്ടവളാണ്, അറിയാമോ? ഒരു സാധാരണ മനുഷ്യ സ്ത്രീയുടെ സാധാരണ വികാരങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ലെങ്കിൽ അച്ഛനും മകളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ജയന്തി, ഞാനിങ്ങനെ ചോദിച്ചതിന് എനിക്ക് മാപ്പ് തരണം അച്ഛാ. ഡോക്ടറാണെങ്കിലും ഞാനൊരു പെണ്ണാണ്. എല്ലാ സാധാരണ വികാരങ്ങളുമുള്ള പെണ്ണ്. അച്ഛന് പെണ്ണിനെ അറിഞ്ഞുകൂടാ. എന്റെ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കുമായിരുന്നു. മതി ജയന്തി, മതി. നീ പറഞ്ഞതിന്റെ വിപുലമായ അർത്ഥം എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. നീ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞേ മതിയാവും. നിന്റെ വിവാഹം നടത്തണമല്ലേ? ശരി, അത് നടക്കട്ടെ. ഞാൻ അതിനുവേണ്ടി എല്ലാ ഏർപ്പാടുകളും ഉടനെ ചെയ്യാൻ പോവുകയാണ്. എന്റെ മരുമകനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശവും ബാധ്യതയും എനിക്കുണ്ട്. പക്ഷേ ആ പ്രസാദ് ഒരിക്കലും എന്റെ മരുമകനാവുകയില്ല. തീർച്ചയായും ആകും. പ്രായപൂർത്തി വന്ന് പഠിപ്പുള്ള ഒരു യുവതിക്ക് അവളുടെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. നിർത്ത്. ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. ഡോക്ടർ ബാലകൃഷ്ണ മേനോന് ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിമാനമാണ്. നീ എന്നെ അനുസരിച്ചേ മതിയാകൂ. ക്ഷമിക്കണം അച്ഛാ, ഞാൻ അതേ ബാലകൃഷ്ണ മേനോന്റെ രക്തത്തിൽ ജനിച്ച മകളാണ്. എനിക്കും മാനം വലുതാണ്. ഞാൻ ജീവനോടിരുന്നാൽ പ്രസാദിനെ തന്നെ വിവാഹം കഴിക്കും. മനുഷ്യ ശരീരത്തെ വെറും യന്ത്രമായി കരുതുന്ന അച്ഛന്റെ കണ്ണിൽ അദ്ദേഹം മുടന്തനായിരിക്കാം. എനിക്ക് അദ്ദേഹം കാമദേവനാണ്. ഇക്കാലം പറയുന്നതിന് അതിരൊക്കെ വേണം. എന്നെ പുച്ഛിക്കുന്ന നീ നിന്റെ ഈ മനോഭാവം മാറ്റിയില്ലെങ്കിൽ മേലിൽ ഈ വീട്ടിൽ നിനക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കുന്നില്ല. നല്ലവണ്ണം ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. നീ എന്റെ മകളാണ്, അത് ഓർമ്മയിരിക്കട്ടെ. ഞാൻ അച്ഛന്റെ മകൾ തന്നെയാണ്, അത് അച്ഛനും ഓർമ്മ വേണം. അപ്പോഴേ എടാ സേതുവേ, നീ എന്നെ പറ്റിക്കാനാ വിചാരം? പഞ്ഞക്കാരൻ ഇട്ടൂപ്പിന്റെ മോനാ ഈ ഔസപ്പ്. എന്റെ പണം കിട്ടാതെ അങ്ങോട്ട് നോക്ക്. ഈ തടി ഇവിടെ നിന്ന് ഞാൻ അനക്കില്ല. അത് കൊള്ളാലോ. അരിയും തിന്നു ആശാരിച്ചും കടിച്ചു, എന്നിട്ട് നായക്ക് അമ്മുറുമുറുപ്പ്. ശവി, എന്റെ കർത്താവേ, എന്നെ കണ്ടിട്ട് ഇവനൊരു ഭയപ്പാടും തോന്നണ്ടല്ലോ. അതെങ്കിലും ഒന്ന് തോന്നിക്കോ. വെറുതെ സമയം മെനക്കെടുത്താതെ പോ ചേട്ടാ. ഞാൻ യാത്ര പുറപ്പെട്ടിരിക്കുന്ന സമയമാണ്. നീ എന്തൂട്ടാ ഈ പറയണത്? തെളിച്ചാ പറയൂ. ഐ ആം ഗോയിങ് ഓൺ എ ടൂർ. ഞാനൊരു ദീർഘയാത്ര പുറപ്പെടുകയാണ്. എന്റെ പണം തന്നിട്ട് എവിടെ വേണമെങ്കിലും പോയി തൊലഞ്ഞോളൂ, അല്ലെങ്കിൽ ഉദ്ദേശിച്ചെടുത്ത് എത്തില്ല. സ്ഥലം എവിടെയാണെന്ന് അറിയാവോ? പട്ടിക്കാടാണെന്നാണോ വിചാരം? എനിക്ക് ജന്മത്തിൽ കുറെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഞാനത് കാണാൻ പോകുക. എടോ സേതു, എന്റെ പണം തരുണോ? മാതാവേ, രൂപ 2000 പലിശ തരാൻ ചേട്ടാ. എനിക്കാകെ കൂടിയുള്ള സ്വത്ത് ഇതാ, ഈ റിസ്റ്റ് വാച്ചാണ്. ഇത് ചേട്ടെടുത്തു, വാങ്ങിച്ചോളൂ. ഇതെന്തിന് ഈ ചുണ്ണാമ്പും കരണ്ടം? ഇതിനെന്താ കിട്ടുക? പലിശയുടെ പലിശയും കൂടി തടയില്ല. ഞാൻ എന്ത് ചെയ്യാൻ ഔസേപ്പിയേട്ട? എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഞാനിത് നേരത്തെ തരുമായിരുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഔസേപ്പിയേട്ടൻ എന്നെ കാണാൻ ഈ ആസ്പത്രിയിൽ വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. എന്നെ കാണാൻ ആരെങ്കിലുമൊക്കെ ഈ ആസ്പത്രിയിൽ വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എന്നോട് സ്നേഹമില്ലെങ്കിലും ഔസേപ്പിയേട്ടന് എന്റെ കയ്യിൽ നിന്നും ഈടാക്കാനുള്ള പണത്തോട് സ്നേഹമുണ്ടല്ലോ. ഞാൻ ഇനിയും വരും സേതു. ഈ വാച്ച് ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു നോക്കട്ടെ.
ജയന്തി ഏതായാലും ഇപ്പൊ ഇവിടെ വരണ്ടായിരുന്നു. അച്ഛൻ വിലക്കിയ സ്ഥിതിക്ക് വരാതിരിക്കാൻ ശ്രമിച്ചു നോക്കി, സാധിച്ചില്ല. നല്ലവണ്ണം ചിന്തിക്കാതെ ജയന്തി ഒരു തീരുമാനം എടുക്കരുത്. ഞാനിന്ന് പഴയ ഫുട്ബോൾ ചാമ്പ്യൻ പ്രസാദല്ല, കാലില്ലാത്ത ഒരു മുടന്തൻ. കാല് മുറിച്ചതോടുകൂടി എന്റെ മനസ്സിന്റെ ശക്തിയും തകർന്നു തുടങ്ങിയിരിക്കുന്നു. അതിരിക്കട്ടെ, ഇപ്പോൾ കാലിന്റെ വേദന കുറഞ്ഞിരിക്കണമല്ലോ. എങ്ങനെയുണ്ട്? പെരുപ്പോ വേദന തോന്നുന്നുണ്ടോ? ഡോക്ടർ വരുന്നുണ്ട്. ജയന്തി, നിനക്കിവിടെ എന്ത് കാര്യം? പുറത്തു പോകൂ. കാര്യമില്ലാതെ എന്നെ എന്തിനു പുറത്താക്കുന്നു? ഞാൻ നിന്നെ സസ്പെൻഡ് ചെയ്തതാണ്. ഡോക്ടർ ജയന്തിയാണ് അങ്ങ് സസ്പെൻഡ് ചെയ്തത്. ഇത് വെറും ജയന്തിയാണ്, പ്രസാദിന്റെ കാമുകിയായ ജയന്തി. ഇത് വിസിറ്റേഴ്സ് ടൈമാണ്. രോഗികളെ കാണാൻ ആർക്കും ഈ സമയത്ത് ഇവിടെ വരാം. പ്രസാദ്, മിസ്റ്റർ പ്രസാദ്. പ്രസാദ്, സിസ്റ്റർ, പ്രസാദ് ഉറങ്ങുകയാണ്. ഉണരുമ്പോൾ ഞാൻ കൊടുത്തേക്കാം. വല്ലപ്പോഴേ ഉറങ്ങാറുള്ളൂ, പാവം. അവിടെ വെച്ചേക്കും. നിങ്ങൾ ഉറങ്ങിപ്പോയല്ലോ. എനിക്ക് ഉറക്കാം. ആ, മറക്കാതെ കൊടുക്കണേ. ഓ, പ്രസാദ് സാർ, പ്രസാദ് സാർ, ഇതാ മരുന്ന്. കാര്യം ഞാൻ മനസ്സിലാക്കില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഇവൻ പ്രസാദിനെ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കുകയായിരുന്നു. എന്ത് ചെയ്യാം, ഞാൻ കാലില്ലാത്തവനായി പോയത്. സിസ്റ്റർ, അല്ല, സേതു ഉറങ്ങാണോ? സേതു, അമ്മാവൻ സുമതിയുണ്ടല്ലോ. ഏതായാലും
നല്ല സമയത്ത് തന്നെ നിങ്ങൾ വന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയി ഒരു വഴിപാടും കഴിച്ചും കൂടെ വന്നതാ. എന്തിനാടിയോ ഒളിച്ചെന്ന് നോക്കണം? ദേ ഇങ്ങോട്ട് വന്ന് മര്യാദയ്ക്ക് നോക്ക്. ആ അതങ്ങോട്ട് അവനെ ഒഴിച്ചു കൊടുക്കും. അമ്പലപ്പുഴ പാൽപ്പായസ. സുമതി എന്തിനാ ഇവിടെ കൊണ്ടുവന്നു? അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? അയ്യോ, ഇപ്പൊ ഞാൻ അവളെ കൊണ്ടുവരല്ല, അവൾ എന്നെ കൊണ്ടുവര. നേരം വെളുത്താൽ ടൈം പീസിലേക്ക് നോക്കി ഇരുപ്പാ. ഇതങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കും. എപ്പോഴാ മണി 4 ആവണേന്ന്. 24 മണിക്കൂറും അവൾക്ക് ഇവിടെ തന്നെ കഴിച്ചു കൂട്ടിയാൽ കൊള്ളാന്നുണ്ട്. പായസത്തിന് നല്ല മധുരം, പക്ഷേ പെട്ടെന്ന് തീർന്നുപോയി. ഇനിയും തരാം. ഇത് മുഴുവൻ ചേട്ടന് വേണ്ടി കൊണ്ടുവന്നതാണ്. മുഴുവൻ കുടിക്കാൻ സമയമില്ല സുമതി. ഇത്രയും കിട്ടിയത് എന്റെ മഹാഭാഗ്യം. ബാക്കിയുള്ളത് ആ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. മറ്റേതെങ്കിലും ഒരു ഭാഗ്യവാന് അത് പ്രയോജനപ്പെടും. സുമതി എനിക്ക് മധുരം തന്നെ, പിന്നെ ഞാനും എന്തെങ്കിലും തരണ്ടേ? ഇപ്പോ ഇത് മാത്രമേ മേടിച്ചോടി. ഇതെന്താ ചെയ്തു? ഓ, അല്ലെങ്കിലും നിനക്ക് എപ്പോഴും തമാശയാ. ദുഃഖം ദൈവത്തിന്റെ തമാശയാണ് അമ്മാവ. ഈ ആറഞ്ചിന്റെ തോല് പോലെയാണ് ഞാൻ. ഇതിനകത്തും ഒന്നുമില്ല, എല്ലാം ദ്രവിച്ചു പോയി. ചേതു അമ്മാവ, ഞാൻ സുമതിക്ക് യോഗ്യനല്ല. എനിക്ക് ക്യാൻസറാണ് രോഗം. എനിക്ക് ഒന്നിനും യോഗ്യതയില്ല അമ്മാവ. ചിരിക്കാനും യോഗ്യതയില്ലെന്ന് വിധി പറഞ്ഞു. അതിനെ വകവയ്ക്കാതെ ഞാൻ ചിരിച്ചു. പക്ഷേ ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടം വിട്ടു പോകും. സുമതിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടും. നിങ്ങൾ ആരും എന്നെ ഓർമ്മിക്കരുത്. ഓർമ്മിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല.